നമ്മളെ ബേസിക് സയൻസ് ഇതാ അങ്ങനെ കടന്ന് വരികയാണ്. അതിലെ കെമിസ്ട്രി പാർട്ടുമായിട്ടാണ് ഇന്ന് സാറ് വന്നിരിക്കുന്നത്. ഒരു പേടിയും പേടിക്കണ്ട, ബേസിക് സയൻസ് നമ്മൾ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എജുപോർട്ടിലെ ബേസിക് സയൻസ് ടീം നിങ്ങളുടെ മുമ്പിലേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ ബേസിക് സയൻസിന്റെ കെമിസ്ട്രി ഏരിയയിൽ അല്ലെങ്കിൽ കെമിസ്ട്രി ഭാഗത്ത് കാണാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളുമായിട്ടാണ് ഇന്ന് സാർ വന്നിരിക്കുന്നത്. എല്ലാവർക്കും എന്താണ് എജുപോർട്ടിന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ മക്കളെ, നമുക്ക് ഒന്ന് നോക്കാം ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് അല്ലെങ്കിൽ നമ്മുടെ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ബേസിക് സയൻസിലെ കെമിസ്ട്രി പാർട്ടിൽ നിങ്ങൾ കാണാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, അതിൽ ആദ്യമായിട്ടാ ഓൺ ദ ബേസിസ് ഓഫ് ഫിൽട്രേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ സസ്പെൻഷൻ, അതേപോലെ തന്നെ കൊളോയിഡ്സ് ആർ ഈക്വൽസ്, ഈസ് ഇറ്റ് ട്രൂ ഓർ ഫോൾ, ജസ്റ്റിഫൈ യുവർ ആൻസർ. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ. യഥാർത്ഥ ലായനി, കൊളോയിഡ്, അതേപോലെ തന്നെ സസ്പെൻഷൻ എന്നിവ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചിട്ടുണ്ട്. ഏതിലൂടെയൊക്കെയാണ് പ്രകാശം കടന്നു പോകുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് 3 അല്ലെങ്കിൽ 4 മാർക്കിനുള്ള ക്വസ്റ്റ്യനുകളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നിർബന്ധമായിട്ടും മക്കളോ, നിർബന്ധമായിട്ടും ഈ ഒരു ഏരിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ അടുത്ത ഒരു ഏരിയയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം സൊല്യൂട്ട് റൈറ്റ് ഡൗൺ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ സാൾട്ട് സൊല്യൂഷൻ, അല്ലെ, ഉപ്പ് ലായനിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പൊ ഉപ്പ് ലായനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഒരു സബ് ക്വസ്റ്റ്യൻ സി വരെ തന്നിട്ടുണ്ട്. അതിൽ നമ്മളോട് ചോദിക്കുന്നത് സൊല്യൂട്ട് എന്താണ്, സോൾവെന്റ് എന്താണ്, ഹോമോജിനസ് മിക്സറും ഹെട്രോജിനസ് മിക്സറും തമ്മിലുള്ള വ്യത്യാസം അഥവാ ഏകാത്മക മിശ്രിതവും ഭിന്നാത്മക മിശ്രിതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതേപോലെ തന്നെ consider a salt solution is a saturated solution, how can convert it into super saturated solution. അതായത് സാച്ചുറേറ്റഡ് സൊല്യൂഷനെ എങ്ങനെയാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനിലേക്ക് മാറ്റുന്നത്, അതാ ഒരു പൂരിത ലായനിയെ എങ്ങനെയാണ് അതിപൂരിത ലായനിയാക്കി മാറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ സൊല്യൂട്ട്, സോൾവെന്റ്, ലീനം, ലായകം, അതേപോലെ തന്നെ ഹോമോജിനസ് മിക്സർ, ഹെട്രോജിനസ് മിക്സർ, ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം, അതേപോലെ തന്നെ പൂരിത ലായനി, അപൂരിത ലായനി, അതിപൂരിത ലായനി, ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്ലൈഡിൽ കാണുന്ന അല്ലെങ്കിൽ ഈ സ്ലൈഡിൽ കാണുന്ന ക്വസ്റ്റ്യൻസിൽ ആ ഒരു ചാപ്റ്ററിന്റെ ഒരു 60% എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും വൃത്തിയായിട്ട്, ഏറ്റവും നല്ല രീതിയിൽ എഴുതാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം അത്രയ്ക്കും ഒരുപാട് സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. ഞാൻ ഇപ്പോൾ പറഞ്ഞ ടോപ്പിക്കുകൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു ഏരിയ. റെഡിയാണല്ലോ മക്കളെ? അടുത്ത ഒരു ഏരിയയിലേക്ക് നമ്മൾ കയറുകയാണ്. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൗ ഡൈല്യൂട്ട് സൊല്യൂഷൻ ക്യാൻ ബിക്കം കോൺസെൻട്രേറ്റഡ് വിത്തൗട്ട് ആഡിങ് സൊല്യൂട്ട്, അല്ലെ, കൂടുതൽ ലീനം ചേർക്കാതെ എങ്ങനെയാണ് ഒരു നേർപ്പിച്ച ലായനി ഗാഢത കൂടിയ ലായനിയാക്കി മാറ്റുന്നത്, അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും അതേപോലെ തന്നെ ഡൈല്യൂട്ട് സൊല്യൂഷനും അഥവാ ഗാഢത കൂടിയതും നേർപ്പിച്ചതും, അല്ലെ. എങ്ങനെയാണ് നേർപ്പിക്കുന്നത്, എങ്ങനെയാണ് ഗാഢത കൂട്ടുന്നത്, എങ്ങനെയാണ് കോൺസെൻട്രേറ്റഡ് ആക്കുന്നത്, എങ്ങനെയാണ് ഡൈല്യൂട്ട് ആക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ. അതിൽ സൊല്യൂട്ടിന്റെ അളവിനനുസരിച്ച്, സൊല്യൂട്ട് മാത്രമല്ല സോൾവെന്റ് അഥവാ ലീനവും ലായകവും അതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയയാണ് ഏത്, ഡൈല്യൂട്ട് സൊല്യൂഷൻ, അതേപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ അഥവാ ഗാഢത കൂടിയ ലായനി, അതേപോലെ തന്നെ നേർപ്പിച്ച ലായനി. ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്യണം. 2 മാർക്കിനും അതേപോലെ തന്നെ 3 മാർക്കിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ആ ചാപ്റ്ററിന്റെ ഹെഡിങ് തന്നെ എന്താണ്, നമ്മളെ ലായനികൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഏത്, ഈ ഒരു സാധനം. അടുത്തത് ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ. പിന്നെ നമ്മൾ അതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വീണ്ടും വന്നിരിക്കുന്നത് കേട്ടോ. അതായത് നേർപ്പിച്ച ലായനി എങ്ങനെയാണ് ഗാഢത കൂടിയ ലായനിയാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തീർത്തും നമുക്ക് പറയാൻ പറ്റും ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് ഡൈല്യൂട്ടിൽ നിന്ന് എങ്ങനെയാണ് കോൺസെൻട്രേറ്റഡ് ആക്കുക, നേർപ്പിച്ച ലായനിൽ നിന്ന് എങ്ങനെയാണ് ഗാഢത കൂട്ടിയെടുക്കുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസറുകൾ
കൃത്യമായിട്ട് നമ്മൾ പഠിക്കും. എവിടെ? ഇന്നത്തെ ലൈവില് നമ്മൾ പഠിക്കും. ഓക്കെ, ഈ ബേസിക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ബയോളജി പാർട്ട്, കെമിസ്ട്രി പാർട്ട്, അതേപോലെ തന്നെ ഫിസിക്സ് പാർട്ട് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അടിപൊളിയാക്കി പഠിച്ച നാളെ നേരം വെളുക്കുമ്പോൾ ഏറ്റവും വൃത്തിയായിട്ട് കോൺഫിഡൻറ്റോട് കൂടി എന്താണ് നമുക്ക് പരീക്ഷ എഴുതാൻ കഴിയുന്ന രീതിയിൽ ഇന്നത്തെ ലൈവ് ഞങ്ങൾ മാറ്റിയെടുക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ കൂട്ടുകാരന്മാരെയും അതുപോലെ തന്നെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് കൃത്യസമയത്തിനെത്തുക. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം കൃത്യമായിട്ട് അറിയണമെങ്കിൽ, പെട്ടെന്ന് തന്നെ അറിയണമെങ്കിൽ നിങ്ങൾക്കൊരു വഴിയുണ്ട്. എന്ത് ചെയ്യാം മക്കള്? ആപ്പിൾ സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ പോയിട്ട് നമ്മൾ എജുപോർട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിലേതാ നിങ്ങൾക്ക് കാണാം പ്രഡിക്ഷൻ ആൻസേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആ പ്രഡിക്ഷൻ ആൻസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ച മുഴുവൻ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് കേട്ടോ. അതുകൊണ്ട് വേഗം എന്ത് ചെയ്യുക? ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യാം. മറക്കരുത്, ഇന്നത്തെ ലൈവ് ഒരു കാരണവശാലും മറക്കരുത്. കുറഞ്ഞ ടൈമിനുള്ളിൽ 3 സബ്ജക്റ്റുകൾ, അതായത് കെമിസ്ട്രി ഉൾപ്പെടെ, കെമിസ്ട്രി കാര്യം നിങ്ങൾ പേടിക്കാൻ വേണ്ട, കെമിസ്ട്രി കാര്യം നമ്മൾ സെറ്റാക്കും. ബേസിക് സയൻസിലെ മുഴുവൻ കാര്യങ്ങളും അടിച്ച് പൊളിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ന് ഈ ലൈവിൽ നമ്മൾ പഠിക്കുന്നു. നാളെ ഭംഗിയായിട്ട് സന്തോഷത്തോടു കൂടി കോൺഫിഡൻറ്റോടു കൂടി നമ്മൾ പരീക്ഷ എഴുതുന്നു. മറക്കരുത്. വീണ്ടും നമുക്ക് അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോകണം. ഇനി നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും അല്ലേ, 8ാം ക്ലാസ്സിലെ ഒരുപാട് കളിച്ച് നടന്ന് ഇനി പഠിക്കാൻ സമയമുണ്ടോ സാറേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. ആദ്യത്തെ ചാപ്റ്റർ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, 2ാമത്തെ ചാപ്റ്റർ തിരികെ അറിയില്ല അല്ലെ, ഇങ്ങനെയുള്ള ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൂസ്റ്റർ ബാച്ച്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 7 മുതൽ 10ാം ക്ലാസ് വരെയാണ് നമ്മൾ ബൂസ്റ്റർ ബാച്ച് കൊടുക്കുന്നത്. ബൂസ്റ്റർ ബാച്ചിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് 2 മാസം കൂടിയുള്ളൂ അല്ലേ. ഈ 2 മാസത്തിനുള്ളിൽ ഏറ്റവും ഭംഗിയായിട്ട് മുഴുവൻ ചാപ്റ്ററും വൃത്തിയായിട്ട് വെടിപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ള ഒരു ബാച്ചാണ് ബൂസ്റ്റർ ബാച്ച്. അതിൽ നിങ്ങൾക്ക് റെക്കോർഡ് ലൈവുകളുണ്ട്, PYQ ഉണ്ട്, എക്സാംസ് ഉണ്ട്, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, അഡാപ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചില്ലേ, എന്തുകൊണ്ട് പഠിച്ചില്ല, എന്തുകൊണ്ട് പഠിക്കണം എന്നൊക്കെ നിങ്ങളെ എന്താണ് ഒരു സഹോദരിയെ പോലെ, എന്താണ് ഒരു അമ്മയെ പോലെ, അനിയത്തിയെ പോലെ നിങ്ങൾ അടുത്ത് വന്ന് ചോദിക്കാൻ നിങ്ങളെ മെന്റർമാരുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും എന്താണ് നിങ്ങൾക്ക് നല്ല ഒരു മികച്ച റിസൾട്ട്, മികച്ച മാർക്ക് 8ാം ക്ലാസ്സിൽ വാങ്ങിത്തരാനുള്ള എന്താണ് ഒരു ബാച്ച് തന്നെയാണ് ബൂസ്റ്റർ ബാച്ച്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈവിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏതായാലും ഇപ്പം നിങ്ങൾ തൽക്കാലം ഇത് മനസ്സിൽ വെക്കുക. മറന്നു പോകരുത്, ലൈവിൻ്റെ കാര്യം ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ്. നിങ്ങളെ കൂട്ടുകാരന്മാരെയും അതിൽ നിന്ന് കൂട്ടുകാരികളൊക്കെ വിളിച്ച് കൃത്യസമയത്തിനെത്തുക. അവിടെ വെച്ച് കാണാം. ഗുഡ് ബൈ.